ഒരു ഹിന്ദുവിന് സ്വർഗം കിട്ടുമെന്ന് ക്രിസ്ത്യാനി വിചാരിക്കുന്നുണ്ടോ? ഒരു ഹിന്ദുവിന് സ്വർഗം ഇല്ല. അതുകൊണ്ടാണ് നാരായണ ഗുരുദേവനെ മതം മാറ്റം ശ്രമിച്ചു വന്ന മിഷണറി ഉണ്ട്, മഹാത്മാഗാന്ധിയെ മതം മാറ്റാൻ ശ്രമിച്ച മിഷണറി ഉണ്ട്, അയ്യങ്കാളിയെ മതം മാറ്റാൻ ശ്രമിച്ച മിഷണറി ഉണ്ട്. സാറേ, ഞങ്ങൾക്ക് ആർക്കും ആരെയും മതം മാറ്റാനുള്ള അവകാശമില്ല, ഞങ്ങൾ ചെയ്യാറുമില്ല. മതം എന്ന് പറയുന്നത് മനുഷ്യൻ ദൈവത്തെ അന്വേഷിക്കുന്ന മാർഗങ്ങളാണ്, പലപ്പോഴും ഞാൻ പറഞ്ഞിട്ടുണ്ട്. എന്നാൽ ദൈവം മനുഷ്യനെ അന്വേഷിച്ചു വന്ന കാര്യത്തെക്കുറിച്ചാണ് ഞങ്ങൾ പറയുന്നത്. യേശു ക്രിസ്തുവിൽ കൂടെ സകല മനുഷ്യരെയും ദൈവം സ്നേഹിക്കുന്നു. പിതാവാം ദൈവത്തിൻ്റെ സ്നേഹത്തെ മനുഷ്യവർഗത്തിന് വെളിപ്പെടുത്തിയ യേശു ക്രിസ്തു തൻ്റെ പരിശുദ്ധാത്മാവിനാൽ മനുഷ്യവർഗത്തിന് പാപബോധം കൊടുക്കുമ്പോൾ അവർക്ക് പാപത്തെക്കുറിച്ചും നീതിയെക്കുറിച്ചും ന്യായവിധിയെക്കുറിച്ചും ബോധം വന്നതിന് ശേഷം ദൈവവിചാരത്തിലേക്ക്, ദൈവ അവബോധത്തിലേക്ക് മടങ്ങി വരുന്നതിനെയാണ് ക്രിസ്തീയ മാർഗം എന്ന് ഞങ്ങൾ വിളിക്കുന്നത്. അതാണ് സുവിശേഷം സാറേ. ആ സുവിശേഷം സകല ജാതികളോട് ഉദ്ഘോഷിക്കണമെന്ന് കർത്താവ് തമ്പുരാൻ പറഞ്ഞിട്ടുള്ളത് കൊണ്ടാണ് ഞങ്ങളത് ചെയ്യുന്നത്. അത് ഒരു മതപരിവർത്തനമല്ല സാറേ. അതാദ്യമേ സാറ് മനസ്സിലാക്കുക. മതത്തിലേക്ക് ആരെങ്കിലും ചേർന്നാലേ മോക്ഷമുള്ളൂ എന്ന് പറയുന്നത് തന്നെ തെറ്റാണ്. സാറ് ചോദിച്ചല്ലോ, ഹിന്ദുക്കൾക്ക് മോക്ഷമില്ല എന്ന്. ഹിന്ദുക്കൾക്ക് മോക്ഷമുണ്ട്. യേശു ക്രിസ്തുവിൽ വിശ്വസിക്കുന്ന ഏതൊരു വ്യക്തിക്കും മോക്ഷമുണ്ട്. അവിടെ ജാതിയോ മതമോ വർഗമോ വർണ്ണമോ ഒരു വ്യത്യാസവുമില്ല. എല്ലാവരെയും ദൈവം സ്നേഹിക്കുന്നു. RB ബാബു സാറിനെയും ദൈവം സ്നേഹിക്കുന്നു. എന്നെ ദൈവം സ്നേഹിച്ചതുപോലെ അങ്ങേയും ദൈവം സ്നേഹിച്ച് അങ്ങയുടെ പാപത്തിന് പരിഹാരം വരുത്താനും കൂടിയാണ് യേശു ക്രിസ്തു കാൽവരി കുരിശിൽ ബലിയായി തീർന്നതും മരിച്ചടക്കപ്പെട്ട് മൂന്നാം ദിവസം ഉയർത്തെഴുന്നേറ്റ് ഇന്നും എന്നേക്കും ജീവിക്കുകയും ചെയ്യുന്നത്. ആ യേശുവിൽ വിശ്വസിച്ചാൽ സാറ് മതമേ മാറണ്ട, പേരും മാറണ്ട, ജാതിയും മാറണ്ട. സാറ് ദൈവ മകനായി തീർന്നാൽ മതി. ആ ദൈവമക്കളായി തീരുന്നവർക്കുള്ളതാണ് സ്വർഗരാജ്യം.